Hello guys, so welcome back to another new video of SR Vlog. So if you're watching our channel for the first time, I am a plus 1 commerce student with computer application as optional paper. അപ്പോൾ ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ആയിരുന്നു ഉണ്ടായത്. പിന്നെ കുറച്ച് പേർക്ക് മാത്സും സ്റ്റാറ്റിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടിപൊളിയായിരുന്നോ ഇല്ലെങ്കിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള ടൈപ്പ് ആയിരുന്നു എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ അതുകൂടെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. ഇന്നലെ ഒരു 8:30 ആയപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ്ലി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അമ്പലത്തിലല്ല കാവില്, ഓക്കെ, അങ്ങനെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വരാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയായി, പിന്നെ ഫുൾ ക്ഷീണമെല്ലാം പിടിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ ഇന്ന് രാവിലെ എണീച്ചിട്ട് ആ ഒരു ഉച്ച വരെയുള്ള സമയത്തിലാണ് എന്തൊക്കെയോ നോക്കിയിട്ടൊക്കെ പോയിട്ടുണ്ടായത്. പിന്നെ ഞാൻ ഓൾറെഡി കുറച്ച് ഇടയ്ക്കിടെയൊക്കെ ക്ലാസ്സൊക്കെ കണ്ടതുകൊണ്ട് ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് പോയത്. പിന്നെ ലാസ്റ്റിലോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തൊക്കെയോ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ ഇതാണ് ഒരു ബ്രീഫായിട്ട് സംഭവം, ഓക്കെ. സോ നമുക്കിനി റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ എന്തൊക്കെയാണ് എഴുതിയതെന്നുള്ള ആ ഒരു ഡീറ്റെയിൽ കൂടെ പറയുന്നുണ്ട്. സോ അങ്ങനെ ആൻസേഴ്സ് അറിയാൻ താല്പര്യമില്ലാത്ത ഫ്രണ്ട്സ് പ്ലീസ് സ്കിപ്പ് കരോ, ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് റിവ്യൂ മാത്രം കണ്ടാൽ മതി, ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് തന്നെ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, 1 മാർക്കിൻ്റെ. അപ്പോൾ ഫസ്റ്റ് മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. പിന്നെ സ്മോളസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മെമ്മറി ക്യാഷ് മെമ്മറി. മെമ്മറി റിക്വയർമെൻറ്റ് ഓഫ് വേർഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് 0 bytes. പിന്നെ 4th ക്വസ്റ്റ്യൻ തൊട്ട് അങ്ങ് പോയി. 4th ക്വസ്റ്റ്യൻ തൊട്ട് ഫുള്ള് കൺഫ്യൂഷൻ എന്നല്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് C++ പ്രോഗ്രാം അതെന്താ ക്വസ്റ്റ്യൻ എനിക്കൊന്നും തിരിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ എഴുതിയിട്ടില്ല. എന്തെങ്കിലും എഴുതി വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കിട്ടാത്ത സാഹചര്യം കൊണ്ട് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ 5th വൺ എന്ന് പറയുന്നത് ട്രോജൻ ഹോഴ്സും ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, വിക്കീസും വേമും വൈറസൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വേമിനോട് എനിക്ക് എന്തോ ഒരു ഡൗട്ട് വന്നുകൊണ്ട് ഞാൻ അത് ആൻസറായിട്ട് എഴുതിയത്. പിന്നെ വിക്കീസാണ് ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കൊണ്ട് ടിക്കിട്ട് വെച്ചത്, ഓക്കെ. പിന്നെ BPOൻ്റെ ഫുൾ ഫോം അറിയത്തില്ല, അപ്പോൾ ഞാനൊന്നും എഴുതിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് 9 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, 2 മാർക്സിൻ്റെ. അപ്പോൾ ഫസ്റ്റ് 7th വണ്ണ് 2's കോംപ്ലിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ തന്നെ ഞാൻ സ്കിപ്പ് അടിച്ച് പോകാറ് പതിവ്. പക്ഷേ ഞാൻ എഴുതി, എന്തെങ്കിലും എഴുതണം, വേറെ അവസരമില്ല, വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതി. അപ്പോൾ ഫസ്റ്റ് തന്നെ 1's കോംപ്ലിമെൻറ്റ് നോക്കുക. അപ്പോൾ ഇവിടെ ഈ 1 ഉള്ളിടത്തെല്ലാം 0 ഇട്ട് കൊടുത്ത്, 0 ഉള്ളിടത്തെല്ലാം 1 ഇട്ട് കൊടുത്ത്. സോ 0 1 1 1 0 1 1 അങ്ങനെയാണ് 1's കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ടായത്. ഇനി അതിൻ്റെ അപ്പുറം ഒരു 1 ആഡ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2's കോംപ്ലിമെൻറ്റ് കിട്ടും. അങ്ങനെ എന്തോ ആണ് പഠിച്ച ഓർമ്മ എനിക്ക് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തപ്പോൾ 0 1 1 1 0 1 0 അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ശരിയാണെന്ന് അറിയില്ല, സോ അത് പറയാം എന്തായാലും. പിന്നെ വാട്ട് ഇസ് ദ ബേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ? ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ബേസ് 16. പിന്നെ ലിസ്റ്റ് ഡൗൺ സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്, അത് നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ, പിന്നെ സ്റ്റോറേജ്, പ്രോസസ്സിങ്, ആ ഒരു സംഭവങ്ങൾ. പിന്നെ മേജർ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഞാൻ എൻ്റെ എന്തോ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് എഴുതിയതാണ്. ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, പിന്നെ പ്രോസസ് മാനേജ്മെൻറ്റ്, പിന്നെ മെമ്മറി മാനേജ്മെൻറ്റ്, പിന്നെ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ, എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷനും അതുപോലെ തന്നെ എന്തൊക്കെ തള്ളി എഴുതുക ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, എൻ്റെ ഓൺവേർഡ്സിൽ അങ്ങ് എഴുതി, ഓക്കെ. പിന്നെ നെക്സ്റ്റ് 11. സോ 8 dB എന്നുള്ളതിൽ മിസ്റ്റേക്കായിട്ട് കണ്ടെന്ന് വെച്ചാൽ 8 എന്ന് പറയുന്ന ഒരു ഡിജിറ്റാണ്. അപ്പോൾ ഡിജിറ്റ് ഒരിക്കലും നമ്മൾ ഐഡൻറ്റിഫയേഴ്സിൽ ഫസ്റ്റ് വരാൻ വേണ്ടി പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അത് ഇൻവാലിഡ് ആയിട്ട് മാറിയത്. പിന്നെ #IMG, അതായത് ഇമേജ്, അപ്പോൾ അതിൻ്റെത് #, എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയതുകൊണ്ടാണ് എന്നാണ് ഞാൻ എഴുതിയത്. പിന്നെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് ഈക്വൽ ടു ആയിട്ട് നമുക്ക് സാധാരണ പോലെ പറയാം, ഈക്വൽ ടു ആൻഡ് ഇത് ശരിക്കും ഈക്വൽ ടു കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ, ഓക്കെ. അപ്പോൾ ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്, ഇത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. പിന്നെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ A അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ 2 എന്ന് പറഞ്ഞാൽ എക്ക് ഈ ഒരു 2ൻ്റെ ഈ A എന്ന് പറഞ്ഞ വേരിയബിളിൽ 2ൻ്റെ ആ ഒരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക. 2ൽ എന്താണ് വാല്യൂ കൊടുത്തിട്ടുള്ളത് അതാണ് സ്റ്റോർ ചെയ്യുക. പക്ഷേ A = 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Aക്ക് നമ്മൾ 2 ആണ് വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് എഴുതിയത്. പിന്നെ റൈറ്റ് ദ വാല്യൂ റിട്ടേൺഡ് ബൈ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് x ഡിവൈഡഡ് ബൈ y, ഞാൻ 9/3 എന്ന് ചെയ്തിട്ട് 3 എന്നാണ് കിട്ടിയത്. പിന്നെ x മോഡുലസ് y, അത് ഞാൻ റിമൈൻഡർ 0 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇത് ശരിയാണെന്ന് അറിയില്ല, എൻ്റെ ഒരു ഗസ്സിന് ഞാൻ എഴുതിയതാണ്. പിന്നെ നെക്സ്റ്റ് 14th വൺ, അത് വാട്ട് ഇസ് കോൺസ്റ്റൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിറ്ററൽസ് തന്നെയാണ് കോൺസ്റ്റൻറ്റ് എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ എഴുതിയത്. പിന്നെ നെയിം ദ കീവേഡ് യൂസ്ഡ് ഫോർ ഡിക്ലയറിംഗ് കോൺസ്റ്റൻറ്റ്, അത് കോൺസ്റ്റ് എന്നാണ് എഴുതിയത്. പിന്നെ നെക്സ്റ്റ് എന്താ 17th ക്വസ്റ്റ്യൻ, ഇതൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈ 17th ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ LAN ആൻഡ് WAN. LAN എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കും, WAN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. LAN എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ലാബിലൊക്കെ ഉള്ള ലാപ്ടോപ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഇത് വരുന്നതാണ്. പിന്നെ WAN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ആണ്, അതും ഇൻ്റർനെറ്റ് ആണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ ഗവേണൻസും ഇതൊന്നും എനിക്ക് അറിയത്തുപോലും ഇല്ല, ഞാൻ അപ്പോൾ അത് എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് ആൻസർ 9 questions from 19 to 29. So what are the components of central
പ്രോസസ്സിംഗ് യൂണിറ്റ്, അത് CPU-ൻ്റെ ALU CU പിന്നെ രജിസ്റ്റേഴ്സ്, ALU CU പിന്നെ രജിസ്റ്റേഴ്സ്, പിന്നെ റോൾ ഓഫ് കൺട്രോൾ യൂണിറ്റ്, കോർഡിനേറ്റ്സും കൺട്രോൾ അങ്ങനെയുള്ള സംഭവം എഴുതിയത്. പിന്നെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ഡിവൈസ് വരുന്നത് സ്കാനറും ജോയ്സ്റ്റിക്കും, പ്ലോട്ടറും പ്രിൻ്ററും VDU മോണിറ്ററൊക്കെ വരുന്നത് ഔട്ട്പുട്ടാണ്. പിന്നെ അൽഗോരിതം എന്താണെന്ന് ചോദിച്ചാൽ ഫിനിറ്റ് സീക്വൻസ് ഇല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെ വെറുതെ എഴുതുക. പിന്നെ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. പിന്നെ ഇവിടെ 2 അഡ്വാൻറ്റേജസ് ഫ്ലോ ചാർട്ടിന്, ഈസി ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെന്താണ് കോംപ്ലക്സിറ്റീസ് കുറക്കാന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിയത്. പിന്നെ ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് ദ എറേഴ്സ്. പിന്നെ 3 എറേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെയിം ദ എറേഴ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. അപ്പോൾ സിൻടാക്സ് എറർ അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. നെക്സ്റ്റ് വാട്ട് ആർ ടോക്കൺസ് ഇൻ C++, അത് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. പിന്നെ ഡിഫറെൻറ്റ് ടോക്കൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് ഒക്കെ എഴുതിയത്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കാസ്കേഡിങ്, ഇതെനിക്ക് എന്താ സംഭവം എന്ന് തിരിഞ്ഞിട്ടില്ല, പക്ഷേങ്കിൽ ഞാൻ എഴുതിയിരുന്നു. വേറെ ഇതൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് എഴുതി. പിന്നെ കാസ്കേഡിങ് രീതിയിലും CIN അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതി വെക്കുക ചെയ്തത്. പിന്നെ നെക്സ്റ്റ് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ഇംപ്ലിസിറ്റും സംഭവമൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷേ വൃത്തിക്ക് എനിക്ക് ആ ഒരു ഡെഫിനിഷൻ അറിയാത്തതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. ഇത് ഞാൻ വായിച്ച ഓർമ്മയുള്ളൂ, എന്താ സാധനം എന്ന് വരെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പിൽ ഞാൻ പിന്നെ മറ്റേ ഫോർ ലൂപ്പും പിന്നെ വയൽ ലൂപ്പ് അങ്ങനെ എന്തോ സംഭവമാണ് ഇതിൽ വരുവാന്ന് എനിക്ക് എക്സാമിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിലാണെങ്കിൽ ഡു വയൽ ലൂപ്പ് വരുന്ന ഒരു ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ തള്ളി, അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വാട്ട് ഈസ് ലേണിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് കണ്ടാലേ നമ്മളങ്ങ് ഇലക്ട്രോണിക്കിൽ കയറി പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായത്. പിന്നെ ഈ 4 ടൂൾസ് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇൻ ഗവേണൻസ്, അത് എനിക്ക് എന്താ സത്യത്തിൽ അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇതിൽ G2G പിന്നെ G2C അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ 29th ക്വസ്റ്റ്യനും ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. പിന്നെ 30th ക്വസ്റ്റ്യനും 32 ആണ് ഞാൻ എഴുതിയത്. 30th ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, അത് നമ്മളെ എന്താണ് സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ പറയുക എന്നുള്ള രീതിയിൽ എഴുതി. പിന്നെ 2 യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എഴുതിയത് കംപ്രസിങ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും പിന്നെ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്ററുമാണ്. പിന്നെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതി. വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻസിനറേഷൻ, റീസൈക്ലിങ്, പിന്നെന്താണ് റീയൂസ്, പിന്നെ ലാൻഡ് ഫില്ലിങ് ആ സാധനമൊക്കെ എഴുതി. പിന്നെ ഇവിടെ ഔട്ട്പുട്ട് ഓഫ് ദ കോഡൊക്കെ എഴുതാൻ പറ്റുമായിരുന്നു, പക്ഷേ ഈ എലമെൻറ്റ്സോ ഇല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാനൊന്നും കറക്റ്റ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതിയില്ല. പിന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊക്കെ എന്തൊക്കെയോ തോന്നുന്ന പോലെ എനിക്കൊരു എന്തോ പഴഞ്ചൊല്ലും പറയില്ലേ നമ്മൾ, വായിക്ക് തോന്നുന്നത് കോതക്ക് പാട്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ എഴുതിയത്. പിന്നെ ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസും ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം അങ്ങ് തള്ളി എഴുതുക ചെയ്തത്. അപ്പോൾ അത് എനിക്കൊരു ആൻസർ ആയിട്ട് പറയാനൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ ഇല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വാസ് പ്രിറ്റി ഗുഡ്. കാരണം നല്ലപോലെ അടിപൊളിയായിട്ട് റിവിഷനൊക്കെ ചെയ്ത് പഠിച്ചു പോയൊരു കുട്ടിക്ക് സിമ്പിളാണ്, ഇത്ര സിമ്പിൾ പേപ്പർ എന്നുള്ള രീതിയിലേ തോന്നും. പിന്നെ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയൊക്കെ അങ്ങനെ തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറ്റമൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ലപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നല്ല, അതായത് ഫസ്റ്റ് യൂണിറ്റിലുള്ള ആ ഒരു ചാപ്റ്റേഴ്സും അങ്ങനത്തെ ഇതിനൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെന്താ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആണെങ്കിലും അധികം അങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യമൊന്നും വന്നിട്ടില്ല. നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ടഫാക്കിയിട്ടൊന്നും, അതായത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ ഒരു വാട്ട് ഈസ് ഡീബഗ്ഗിങ്, അൽഗോരിതം എന്താ, അങ്ങനെയൊക്കെ ഡയറക്റ്റ് ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു എക്സാമാണ്. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇതുവരെ കഴിഞ്ഞതെല്ലാം നല്ല അടിപൊളി കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു. അടിപൊളി നല്ല കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു. പിന്നെന്താ, നല്ലപോലെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ എഴുതാൻ വേണ്ടി പറ്റും, അങ്ങനെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെന്താ, ഇനി പബ്ലിക്കിന് എന്താവുമെന്ന് അറിയില്ല. എല്ലാം ഇപ്പോൾ മോഡലെല്ലാം ഈസി ആക്കിയിട്ട് പബ്ലിക്ക് മൊത്തം ടഫ് ആവുമെന്നും കുറേ പേര് അങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലപോലെ പഠിക്കുക, അത്രയേ ഉള്ളൂ. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.